അതുപോലെ തന്നെ ഇവിടെ 2 വെൽക്രോസ് വരുന്നുണ്ട്. ഇത് പ്രൈസ് വരുന്നത് ഫസ്റ്റ് ഇടിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ കണ്ട. ഹലോ ഗൈസ്, പുതിയ റൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ അപ്പോൾ നമ്മളെ ഗ്ലൗവും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ബൈക്കേഴ്സിൻ്റെ ഒരു ആഗ്രഹമാണ് ഓരോ റൈഡിങ് ഗിയേഴ്സ് മേടിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ ഇവിടെ കാണിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മളെ അൺബോക്സിങ്ങിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഗ്ലൗ ഒന്ന് അൺബോക്സ് ചെയ്യാം. ചെറിയൊരു കത്തിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വാവ് ഗൈസ്, അപ്പോൾ എന്തായാലും ഇത് നൈസിന് ഇവിടെ മാറ്റി വയ്ക്കാം. ഓക്കെ, എൻ്റെ മോനെ വിഷയ സാധനം ഹോൾഡ് ചെയ്യാനുള്ളൊരു പിന്നും കാര്യങ്ങളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഗ്ലൗവും നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു യൂസർ മാനുവൽ കണക്കത്തെ ഒരു സംഭവം കേട്ടോ ഇതിൽ കൊടുത്തേക്കുന്ന Rynoxൻ്റെ ഫുള്ളി ഗോൾനെറ്റ് ഗ്ലൗ. എന്തായാലും ജസ്റ്റ് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ലുക്ക് വൈസ് എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ സാധനം. നമ്മളെ ജാക്കറ്റ് കൂടിയൊക്കെ കയറുമ്പം വിഷയം ലുക്കായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇതുകൂടെ നമുക്കൊന്നിടാം. അപ്പോൾ നമ്മളിതാ ഗ്ലൗ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതാ ഇവിടെ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കുറച്ചുകൂടിയൊക്കെ വെട്ടത്ത് വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ അതായിരിക്കും നമ്മളെ ഗ്ലൗ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ ഗ്ലൗവിൻ്റെ ലുക്കെന്ന് പറയാനായിട്ട് ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഗ്രീനും ബ്ലാക്കും കൂടെ ചേർന്നിട്ടുള്ള കളർ. ഇതിൻ്റെ വേറെയും മോഡൽസും കളറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഗ്രീൻ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വരുന്ന അത്യാവശ്യം കാണാൻ നല്ല പ്രീമിയം ക്വാളിറ്റിയും അതുപോലെ തന്നെ പ്രീമിയം ലുക്കും തോന്നിക്കുന്ന ഒരു ഗ്ലൗ തന്നെ കേട്ടോ. ഇവിടെ സ്ലൈഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എയർ വിൻഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത്രയും എയർ വിൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അധികം ചൂടും കാര്യങ്ങളൊന്നും എടുക്കില്ലെന്ന് വിചാരിക്കാം. അത് ഓരോ ഫിംഗറിൻ്റെ അവിടെ ആയാലും ചെറിയ പോർട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എയർ വിൻഡ്സിന് വേണ്ടിയിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ഫൈബറിൻ്റെ ഈ ഒരു ഫിനിഷ് ഉണ്ട്. ഇതൊരു രക്ഷയില്ല കേട്ടോ. ട്രൂ കാർബൺ ഫൈബർ എന്നൊക്കെയാണ് പറയുന്നത്. ഒറിജിനൽ കാർബൺ ഫൈബർ ആയിരിക്കണം മേ ബി. എന്തായാലും ഇവിടെ ഒരു റൈനോക്സിൻ്റെ ബാഡ്ജിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിട്ട് ഒരു റൈഡൊക്കെ ഇനി നമുക്ക് വരും വീഡിയോസിൽ ഇതിൻ്റെ റൈഡിങ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. ജസ്റ്റ് ഞാനിത് അൺബോക്സ് ചെയ്ത് എൻ്റെ കുറച്ച് നേരത്തെ യൂസർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ 2 വെൽക്രോസ് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് 2 ടൈറ്റനിങ് വെൽക്രോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളെ ജാക്കറ്റിലും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റിയ ചെറിയൊരു ബട്ടനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ റൈനോക്സിൻ്റെ ഒരു ബാഡ്ജിങ്ങും അത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയം ആണ് കേട്ടോ. അപ്പം നിങ്ങളെ സൈസിന് ഗ്ലൗ എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഇട്ട് നോക്കി സൈസ് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുക്കുക. ഇല്ലെങ്കിൽ ഒരു ഉപയോഗം ഇല്ലാതായിപ്പോകും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഷോപ്പിൽ പോയി ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് നിങ്ങളെ സൈസിനുള്ള ഗ്ലൗവും കാര്യങ്ങളൊക്കെ മേടിക്കുക. പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 5750 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റൈഡ് പോകുന്ന ടൈമിൽ നമുക്ക് എപ്പോഴും ഗ്ലൗ ഊരി കോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ വേണ്ടി ഗ്ലൗ ഊരുന്നതും ഇടുന്നതും കുറച്ച് ചടങ്ങാണ്. പക്ഷേ ഈ ഒരു ഗ്ലൗ വെച്ചിട്ട് നമുക്ക് കോളും അത്യാവശ്യമുള്ള കോള് കാര്യങ്ങളൊക്കെ എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റും കേട്ടോ. അപ്പം അതും ഒരു നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും ജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഗ്ലൗ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു പ്രോ ബൈക്കറിൻ്റെ ഗ്ലൗ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കൊല്ലം കേട്ടോ, പണ്ടാണ്. എന്തായാലും ഒരു ഫുഡ് ഗോൾനെറ്റ് ഗ്ലൗ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണും. നമ്മൾ ഉപയോഗിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ നേരത്ത് നമുക്ക് അതങ്ങ് സെറ്റാകും കേട്ടോ. ആദ്യത്തെ ഒരു ടൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഗ്ലൗ ഇട്ട് ജസ്റ്റ് ഒരു റൈഡ് കൂടെ അടിച്ചിട്ട് വരാം കേട്ടോ. എന്തായാലും ഇട്ട് നോക്കിയിട്ട് ഇത് മേടിച്ചിട്ട് ഞാൻ ഒന്ന് ഓട്ടിച്ച് നോക്കിയില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ 2 ടൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഗ്ലൗ ഇട്ടിട്ടുണ്ട്. ആദ്യം ഇടുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഇട്ടിട്ട് വരുമ്പം ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ 2 ഗ്ലൗ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചിട്ട് വരാം. ഓക്കെ, ഗൈസ്, അപ്പോൾ നമ്മളെ ഗ്ലൗ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒരു റൈഡ് അടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാനായിട്ട്. ഇത് ഇട്ടപ്പോൾ തന്നെ ബ്രേക്കൊന്നും പിടിക്കാനൊന്നും പറ്റുന്നില്ല. തൽക്കാലം ഒരു നമ്മളെ കയ്യിൽ എന്തോ ഒരു കുറച്ചൊരു ഭാരം കയറി കണക്ക്.
അത് ജസ്റ്റ് ഫസ്റ്റ് ടൈം ഇടുന്നതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇട്ടിട്ട് ശീലമാകുമ്പോൾ നിങ്ങൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരും കേട്ടോ. നമുക്കൊരു ഗ്ലൗ ഉള്ള സമയത്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഹെൽമെറ്റ് കഴിഞ്ഞിട്ട് മേടിക്കേണ്ട ജാക്കറ്റിന് ഒരു ഗ്ലൗ ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീഴുമ്പോൾ ഫസ്റ്റ് ഇടിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ കണ്ട, ഈ ഒരു പോർഷനാണ്. ചോറ് പോലും വാരി തിന്നാൻ പറ്റില്ല, അമ്മാതിരി അവസ്ഥയായി പോവും. അപ്പം ഞാനും ഇത്രയും നാൾ ഗ്ലൗ ഒന്നും ഇല്ലാതെ തന്നെയായിട്ടാണ് പോയത്. അപ്പം വീഴാത്ത ആരുടെയൊക്കെ ഭാഗ്യം. അപ്പോൾ എന്തായാലും ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മളെ ഒരേന്നേക്ക് നമുക്ക് താണ്ടേ. അതേപോലെ തന്നെ ഇവിടുത്തെ എല്ലാം കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നും പറഞ്ഞ് നിങ്ങൾ ഇതൊക്കെ ഇട്ടിട്ട് എന്ത് കോപ്രായം കാണിക്കാമെന്നല്ല. ഒരു പരിധിയുണ്ട് എല്ലാ സാധനത്തിനും, എല്ലാ റൈഡിങ് ഗിയേഴ്സിനും അതിൻ്റേതായ പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ഗിയേഴ്സ് ഉപയോഗിക്കുക, നമ്മളെ മാക്സിമം സേഫായിട്ട് ഓടിക്കുക, അത്രേ പറയാനുള്ളൂ. സംഭവം ഇത് ഇങ്ങനെ നോക്കിയാൽ കാണുമ്പോൾ ആ ഗ്രീൻ കളറ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ബ്ലാക്ക് ഫാനാണ്, പക്ഷേ ഈ ഗ്രീൻ, ആ നിയോൺ ഗ്രീൻ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു പിക്കിലായാലും നമ്മളിങ്ങനെ ഓടിക്കുന്ന സമയത്തായാലും നമുക്ക് കാണാൻ തന്നെ ഒരു രസമുണ്ട്. ബ്രേക്ക് പിടിക്കാൻ ചെറിയൊരു ഈ വിരലിൽ പ്ലാസ്റ്റർ ഇട്ടാണ് കൈ പോയേട്ടാ. ഇപ്പോൾ കുഴപ്പമില്ല. ചെറിയൊരു ടൈറ്റ്നസ് ഉണ്ട്. അത് പുത്തൻ ഗ്ലൗഡ് ആയതുകൊണ്ടാണ്. നമ്മൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ലെതറൊക്കെ വലിയുന്ന സമയത്ത് നൈസാവും കേട്ടോ. ഇനി എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചുവിടാൻ പൊക്കളയാം. തിരിക്കാനൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ക്ലച്ച് വിടാനൊക്കെ വണ്ടി ഓഫ് ആവുമെന്ന് നോക്കാം. കുഴപ്പമൊന്നുമില്ല. ഒത്തിരി ഓടിച്ചപ്പോൾ തന്നെ സെറ്റായ കേട്ടോ. ഇത് കാണാൻ ഭയങ്കര രസം തന്നെ കേട്ടോ. ഈ ഒരു കളർ എനിക്ക് നൈസായിട്ട് ഇഷ്ടപ്പെട്ട്. നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു കളറ് നൈസ് കളറല്ലേ. ചിലപ്പം അങ്ങനെ ചാൻസ് ഉണ്ട്, മേ ബി. പക്ഷേ കൊള്ളാം. ജെറ്റ് അടിച്ച് പോണ പോലീസ്. ഓക്കെ, ഇതൊന്നൊരു വിഷയമല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഗ്ലൗവിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇനിയും നമ്മൾ കുറച്ച്, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഓരോ റൈഡിങ് ഗിയേഴ്സ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. നമ്മൾ സേഫ്റ്റി മാത്രമല്ല, നമ്മളൊരു പെർഫെക്റ്റ് റൈഡർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഗിയേഴ്സും യൂസ് ചെയ്ത് മാക്സിമം ഓടിക്കുക. എല്ലാ ഗിയേഴ്സും മാത്രം ഉപയോഗിച്ചാൽ പോരാ, റോഡിലെ നിയമങ്ങളൊക്കെ കുറച്ചെങ്കിലുമൊക്കെ പാലിക്കുക കേട്ടോ. 100% പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് ഓടിക്കുക. നമ്മൾ വണ്ടി മേടിക്കുന്ന പൈസേൻ്റെ ഒരു കുറച്ച് പാർട്ടേ ആവുന്നുള്ളൂ ഇതേപോലത്തെ നമ്മളെ റൈഡിങ് ഗിയേഴ്സ് മേടിക്കാനായിട്ട്. അപ്പം അതൊക്കെ വെച്ച് സേഫായിട്ട് ഓടിക്കുക. ഇനി നമുക്ക് ഇപ്പോൾ ഒരു ജാക്കറ്റായി ഞാൻ യൂസ് ചെയ്യുന്ന ജാക്കറ്റ് എന്ന് പറയുന്നത് BBGയുടെ ജാക്കറ്റാണ് കേട്ടോ. പണ്ട് അതിൻ്റെ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എൻ്റെ ഇപ്പോഴത്തെ വീഡിയോസിലൊന്നും ആ ജാക്കറ്റ് കാണാൻ ചാൻസ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഗ്ലൗ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ജാക്കറ്റും ഇടാൻ തന്നെ പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയുള്ള റൈഡ്സിന് നമ്മൾ എന്തായാലും ജാക്കറ്റ് അതുപോലെ തന്നെ ഗ്ലൗ ഒക്കെ ഇട്ട് എന്തായാലും സെറ്റായിട്ടേ പോകുള്ളൂ. ഒരു ബൂട്ടും കാര്യങ്ങളൊക്കെ ഉടനെ മേടിക്കണമെന്നുണ്ട്. മേ ബി പ്രതീക്ഷിക്കാം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബൂട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും മേടിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോയും വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതേപോലത്തെ പ്രൊഡക്റ്റ്സ് ആണെങ്കിൽ നമ്മൾ റൈനോക്സ് ആയിട്ട് കോൺടാക്ട് ചെയ്തത് ഒന്നീ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സ്റ്റോറിൽ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കയറി അതൊക്കെ ഒന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗ്ലൗവും കാര്യങ്ങളും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി കളറും കാര്യങ്ങളൊക്കെ മേടിച്ച് സേഫായിട്ട് ഓടിക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കണ്ട ലൈക്ക് ചെയ്യുക. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കാര്യങ്ങളും എനേബിൾ ആകാൻ മറക്കണ്ട. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ടാറ്റ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.